പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതോ ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യയ്ക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി, ഈശ്വരാ, ദേ എത്തി. കാത്തോളണേ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ, ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ? ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ മുടിഞ്ഞ സംശയം? പറയടി, ജോഷി ഇവിടെ വരാറുണ്ടാ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടാ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ, പയ്യൻ. എടി, ഈ ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആ വർത്താനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറെ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ച നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു. ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കുണ്ടാവൂല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം. എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഞാൻ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചു ചേച്ചി? ഞാനങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പറ്റി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോവാടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നെ ആരെങ്കിലും ചെയ്തായിരുന്നാ? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ. അപ്പൊ തൊടുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത് മനുഷ്യ? മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു? എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത. എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ലേ ഒരു പട്ടിയെ പോലെ? ജിമ്മി, നിന്റെ കാര്യമല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ. എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവമാണെങ്കിലോ ജോൺ ബ്രിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണം എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയം പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പോ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേ ഇല്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുപിടുത്തം മതിയാക്കിട്ടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുണ്ടന്മാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ് റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ? ഈ മസാല ദോശ തിന്നാൻ നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീയാടാ.
ഒന്ന് പോയേട്ടോ അവിടെ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല ഞാൻ ഇതെന്റെ വീടാ, നിനക്കെന്താണ് ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ചാ ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്. ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്ന് ഉറങ്ങടാ. നിന്നെ പാട്ട് പാടി ഓർക്കും ഈ വാനം പാടി. എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്നാ. മധു, എന്താ ചേച്ചി? നീ അങ്ങേരോട് ഒന്നും മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ. എന്റെ പപ്പേട്ട കപ്പ നട്ടാന്നാ? കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാഭൻ ചേട്ടാ. ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത് ചേച്ചി മറ്റേതാണെന്ന്. എന്താടാ? പതിവ്രത. ഓ എടാ, നിനക്കറിയാലോ എന്നെ. ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം, ദേ നോക്കിയടാ, ഇത് കണ്ട? അയ്യോ, ഇതെന്ത് പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്. ദൈവത്തിനെ ചെരവ കൊണ്ടടിച്ചതാണ്. ആര്? ഈ നിക്കണ ഭക്ത. അയ്യോ, കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കരുത്. ഒക്കൊള്ളം. ഹായ്, എടാ, അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളെ എന്റെ തലയെ കെട്ടിവെച്ചത്. എടീ, ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടണതേ നാട്ടു നടപ്പാ. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി. തോളത്തുനിന്ന് കയ്യറാ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ. രണ്ടും കുറെ നാൾ കഴിയുമ്പോ മാറ്റാണ്ട് തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളൂ അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്. നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു താല്പര്യമില്ലേ? ഒന്ന് പോയേട്ടാ, തമാശ പറയാതെ. എടാ, ജനിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം. അത് നല്ല കുടുംബത്തിൽ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ഓ, നല്ല കുടുംബം. നിനക്കറിയാമോ, ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലില്ല. ശരിയാണോ ചേച്ചി? അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും പറയരുതേ. അജയം പൊട്ടൻ. എന്താടി നീ വിളിച്ചത്? അജയം പൊട്ടാന്നാ? നിന്നെ ഇന്ന് ഞാൻ. എന്താ പപ്പേട്ട കാണിക്കുന്നത്? തല്ലല്ലേ പപ്പേട്ട. ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്. പിണ്ണാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പേട്ട. ഒരിക്കലും ഇല്ല. സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? അമ്മ ഇപ്പൊ വൃദ്ധസാധനത്തിലുണ്ട്. മാസം 650 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ള അവിടെ എടുക്കണുണ്ടെന്നേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ, അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസ്ഥാനം എന്ന് അറിയാം. പക്ഷെ അച്ഛനെ ഓടിച്ചിട്ട് കിട്ടിയില്ല. ആ കാരണവരും ഓടിക്കളഞ്ഞ്. എടാ, അതല്ല. കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം. മനസ്സിലായോ? മതിയടി, അവൻ പോയി. ഞാൻ അവനോടല്ല, നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ, എന്താ സൗന്ദര്യം! സത്യത്തെ കോപം വരുമ്പോഴാ നിന്റെ സൗന്ദര്യം വർക്കൗട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് നോക്കിയടി. പോടുന്നു. ഇപ്പൊ നിന്നെ ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ. ജൂഹിച്ചവളെയോ? ഞാനോ? ജൂഹിച്ചവളല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ ഇന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛവാ, എനിക്കറിയാം. ഓ എന്റെ പൊന്നെ, കരയണ്ട. കരഞ്ഞു കരഞ്ഞ് ഇനി മുഖവും വയറും വീർപ്പിക്കണ്ട. അതിനെ ഞാൻ വയറ് വീർപ്പിച്ചില്ലല്ലോ. വയർ വീർപ്പിച്ചാ കൊല്ലും ഞാൻ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയവാ. എന്റെ രാജി, ഒരു മസാല ദോശ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ ഓടിപ്പോയിട്ട് ഒരു മസാല ദോശ മേടിച്ചിട്ട് പറ്റേ? മേടിച്ചു തരോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? അതെ, ഞാൻ മസാല ദോശ മേടിച്ചിട്ട് വന്നവരെ നീ വാതിലടച്ചിരുന്നോളാം. ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. ശരി. എന്നാ വാതിലടച്ചോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് ഭയങ്കര സ്നേഹ. അല്ലെങ്കിൽ മസാല ദോശ വാങ്ങിച്ചു തരാന്ന് പറയോ? ഇതാരാ ഈ നേരത്ത്? ദാ വരുന്നു. എടീ, ആര് വന്ന് വാതിലെ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ വാതിൽ തുറന്നത്? ആരടി ഇവിടെ സിഗരറ്റ് വലിച്ചത്? സിഗരറ്റ് വലിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നാ പറ, ആരാടി ഇവിടെ ഹാൻസ് പരാഗ് വെച്ചത്? ഹാൻസ് പരാഗോ? ആ, വായിലും മൂക്കിലും ഒരുപോലെ വെക്കുന്ന സാധനം. ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല. ഒന്ന് പോ മനുഷ്യ. ശരി, ആരാടാ അത്? ആര്? എന്റെ നിഴലായിരുന്നാ? ഇപ്പൊ ഞാൻ ഇടിച്ചു കൊന്നേനെ. ഓ, നിങ്ങളുടെ സംശയം ഒരു കാലത്ത് തീരില്ല. ഇപ്പൊ തീർന്നല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് മസാല ദോശ മേടിച്ചിട്ട് വരാട്ടാ. ഒന്ന് പെട്ടെന്ന് പോ മനുഷ്യ. എന്നെ പെട്ടെന്ന് പറഞ്ഞൂടാ, നിനക്കെന്താ ഇത്ര ധൃതി? അയ്യോ, വിശന്നിട്ടാ. ഓ അതായിരുന്നാ? എന്നാ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വിചാരിച്ച ഇയാള് നാട് മുഴുവൻ പറഞ്ഞു വരുത്തും ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിന്ന്. എന്റെ വിധി, ഇയാള് പോയില്ലേ? ഓ, ഇന്ന് ഞാൻ ഇയാളെ കൊല്ലു. നോക്കിക്കോ. എന്താണോ തനിക്ക് വേണ്ടത്? ഇയാള് പോയില്ലേ? ചേച്ചി, ഇത് ഞാനാണ്. അയ്യോ, മധു ആയിരുന്നോ? ഞാൻ കരുതി പപ്പേട്ടനായിരിക്കും. അപ്പൊ പപ്പേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. അത് നന്നായി. മധു, നീ എന്തിനാ വാതിലടക്കുന്നേ? അല്ല ചേച്ചി, കുറച്ചു നാളായി ഞാൻ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണം എന്ന് എഴുതിയിരിക്കണം. എന്ത് കാര്യം?
എപ്പ ചോദിക്കാൻ വന്നാലും ആ പപ്പേട്ടൻ ഉണ്ടാവും ഇവിടെ. മധു നീ വേഷം കിട്ടില്ല. ഞാനാ ടൈപ്പൊന്നുമല്ല. പക്ഷെ ഞാൻ ആ ടൈപ്പ് ആണല്ലോ. കളിക്കല്ലേ, നീ വേഗം വാതിൽ തുറക്ക്. ചേട്ടനെങ്ങാനും ഇത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതില്ല. ദേ, നീ അതും ഇതും പറഞ്ഞ വഴി തെറ്റിക്കാതെ ഒന്ന് ഇറങ്ങി പോ മധു. ഞാൻ പോവൂല. അയ്യോ, എന്താ കാര്യം എന്താന്ന് വെച്ചാ നീ പറ. കൊറേ നാളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? എനിക്ക് നിനക്ക് എനിക്ക് നിനക്ക് എനിക്കൊരു 1000 രൂപ കടം തരും. അയ്യേ, അതായിരുന്നാ? എന്റെ കാശില്ല. അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി, ആ പലിശക്കാരൻ അണ്ണാച്ചി വീട്ടിൽ വന്ന് കുത്തിയിരിക്കാണ്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോ മധു. ചേട്ടൻ എങ്ങാനും കണ്ടോണ്ട് വന്ന പ്രശ്നമാവും. 1000 രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അണ്ണാച്ചി പോകുന്നവരെ ഞാനൊന്നും ഇവിടെ ഇരുന്നോട്ടെ. അതൊന്നും പറഞ്ഞേ പറ്റത്തില്ല. മധു വേഗം ഇറങ്ങിക്കേ. അയ്യോ, ഇതാ ചേട്ടൻ വന്നു. മധു വേഗം ഇറങ്ങിക്കേ. അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. അയ്യോ, എന്റെ മധു ഇങ്ങനെ മണ്ടത്തരം പറയരുത്. ഇപ്പൊ വാതിലിൽ മുട്ട നടക്കുന്നത്. അങ്ങേര് ഇങ്ങോട്ട് കേറി വന്ന ഇവിടെ വെട്ട നടക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോ എന്റെ മധു. ചേച്ചി ഞാൻ ഒളിച്ചാ പോരെ, ഞാൻ ഒളിച്ചോളാം. എവിടെങ്കിലും പോയെന്നാ ഒളിക്ക്. മധു ഒളിച്ചോടാ. ബാ നമുക്ക് ഒളിച്ചോടാം. ഇവിടെ പോരെ കത്തുമ്പോ വാല് വെട്ടല്ലേടാ. പിന്നെ ഒളിച്ചോടാന്ന് പറഞ്ഞത്? നീ എവിടെങ്കിലും പോയി ഒളിക്കാനാ പറഞ്ഞത്. ശരി 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 ചേച്ചി ടെൻഷൻ ആവണ്ട, ഞാൻ ആ ബെഡ്റൂമിൽ പോയി ഇരുന്നോളാം. ബെഡ്റൂമില്ലെങ്കിൽ ബെഡ്റൂമിൽ എവിടെങ്കിലും നീ ഒന്ന് പോയി ഒളിക്ക്. ദേ, അങ്ങേര് വന്നു കഴിയുമ്പത്തേന് അങ്ങയുടെ ശ്രദ്ധ തിരിച്ചിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ ആരും കാണാതെ പുറകെ കൂടെ പതുക്കെ പൊക്കോണം. ഓക്കെ? ഓക്കെ. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആര്? പപ്പയിട്ടോ? കുടിക്കാൻ എന്താ? ചായയോ കാപ്പിയോ ജ്യൂസ് എടുക്കട്ടെ? എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. അയ്യോ, മസാല ദോശ എന്തി? ആ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ചായക്കടക്കാരന്റെ ഭാര്യ പാൽക്കാരന്റെ പൊളിച്ചോടി പോയി. നീ എന്തിനാ അയ്യോ വെച്ചത്? അല്ല, നാളെ ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചായ കുടിക്കും. ആ അത് ശരിയാണല്ലോ, പാൽക്കാരന്റെ ഒപ്പമുള്ള ഭാര്യ പോയേക്കണത്. ഈ വിവരം അറിഞ്ഞിട്ട് ചായക്കട മൊത്തം ആൾക്കാർ കൂടി. അപ്പൊ നീ എന്തായി നോക്കണത്? പപ്പേട്ടനെ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? പപ്പേട്ടനെ ഇന്ന് ഭയങ്കര സുന്ദരനായിരിക്കുന്നു. ഞാനാ? എന്നാ ഞാൻ അകത്ത് പോയി കണ്ണാടി ഒന്ന് നോക്കിട്ട് വരാം. പോയിട്ട് വാ. ഞാൻ പറയുന്ന വിശ്വാസല്ലേ? വിശ്വാസമാണ്, എന്നാലും ഞാനൊന്ന് നോക്കിട്ട് വരാം. അയ്യോ വേണ്ടെന്നേ. എന്താന്ന്? പപ്പേട്ടാ, എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ദേ അങ്ങോട്ട് നോക്കി. ദാ അവിടെ. അവിടെ എന്താ? എന്താ? അതുപോലെ തേൻ പോലെയാണ് എന്റെ പപ്പേട്ടെന്ന്. അങ്ങനെയാണാ? നീയേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. എന്താ? ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താടി? ആവി എടുക്കുന്നു. നിനക്കാ വീടുക്കണേ, നീ എന്നെ വീശണേ? അയ്യോ, അത് ശരിയാണല്ലോ. എനിക്ക് ആവി എടുക്കുമ്പോ ഞാൻ തന്നെയല്ലേ വീശേണ്ടത്. നീ ഇവിടെ നോക്ക്. ആ കഥ പറ. ഇന്നലെ രാത്രി ഒരു സംഭവം എന്ന് പറഞ്ഞാ, ഞാൻ മൂത്രമൊഴിക്കാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഉണ്ട് ഒരാള് കിടന്ന് പതുങ്ങനോടാ. ഞാൻ പറഞ്ഞു നിക്കണവിടെ. അതുവാണോടാ? അതെ. നീ എന്താടാ ഈ പാതിരാത്രി ഇവിടെ വന്ന് നിക്കണത്? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഊണ് കഴിച്ചോടാ? കഴിച്ചല്ലോ. എന്തായിരുന്നു കറി? പരിപ്പ് ഉരുളക്കിഴങ്ങും. ആ അപ്പൊ ഒന്നും നടക്കണതല്ല. എന്നാ ഓക്കേടാ, പിന്നെ കാണാം. ഇത് പറഞ്ഞത് അത് നേരെ അങ്ങോട്ട് പോയി. അല്ല ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവള് വല്ല ജാരനെ വിളിച്ച് കയറ്റിയതാണോ? എന്നാന്ന് അറിയണോല. മധുവിനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, മധുവാണടാ? അതുവാണല്ലോ. നീ ഇപ്പൊ എവിടെ? ഞാൻ വീട്ടില്. ഇന്നലെ നമ്മള് വല്ല കാണുമോ സംസാരിക്കുക ചെയ്തോ? കണ്ടിരുന്നല്ലോ നമ്മള് തമ്മില് രാത്രി. മറ്റേ പരിപ്പ് ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ സംസാരിച്ചത്? ആ നമ്മളല്ലേ. എന്റെ ദൈവമേ, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആണാ? പിന്നെ പണിയില്ലടാ. ആ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. എന്നാ ഞാൻ പൊക്കോട്ടെ ഏട്ടാ. പൊക്കോട്ടെന്നാ വെച്ചോട്ടെന്നല്ലേ പറയണത്? വെച്ചോട്ടെ ഏട്ടാ. ഓക്കെടാ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അയ്യോ ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് കയറി വന്നു പോയതാ. അപ്പൊ കുഴപ്പമില്ല, പോയിട്ട് വരാം. ഇവിടെ അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. ഞാനെന്താ ഇവിടെ? നിനക്ക് എന്താ ഇവിടെ കാര്യം? അത് കൊള്ളാം. ഞാൻ ചേട്ടനില്ലാത്തപ്പോ 1000 രൂപ ചോദിക്കാൻ വന്നത് മറന്നുപോയാ? അത് ആ ചേട്ടാ 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. 1000 രൂപ കടം ചോദിക്കാൻ? നീ എന്താണ് റിസർവ് ബാങ്കാ? നീ പെണ്ണുങ്ങളോട് മാത്രമേ കാശ് കടം ചോദിക്കുള്ള, എന്നോട് ചോദിക്കൂലേ? എന്നാ എനിക്കൊരു 1000 രൂപ തന്നെ. എന്റെ പട്ടി തരും. ഇതാ ചോദിക്കാത്തത്. ചോദിച്ചാ തരൂലെന്ന് എനിക്കറിയാം. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഡൈവോഴ്സ്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട, ഡൈവോഴ്സ്. അയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്കും അത്. എന്റെ പപ്പേട്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡൈവോഴ്സ്. അതിനെന്തിനാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യണത്? നിന്നല്ല, എന്നെ ഡൈവോഴ്സ്. ഞാനെന്തിനാണ് എന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യണത്? ഇവളെ ഡൈവോഴ്സ്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയരുത്. ഞാൻ പറയുന്ന കേക്ക്. ഇങ്ങനല്ലേ മാറ്റി പറയാ? ഡൈവോഴ്സ്. എന്റെ ചേട്ടാ ഞാൻ വേണ്ട വേണ്ട വേണ്ട, ഡൈവോഴ്സ്. ഉറപ്പാണ് നിങ്ങൾക്ക് എന്നെ വേണ്ട? എനിക്ക് വേണ്ട വേണ്ട വേണ്ട, ഡൈവോഴ്സ്. എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. എടാ മധു വാ നമുക്ക് പോവാം.
നിങ്ങൾ അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും. എനിക്കാരെങ്കിലും സംശയിക്കാൻ വേണ്ടേ? നിങ്ങൾക്ക് സംശയിക്കാൻ ഇനി ഞാൻ ഇവിടെ നിക്കത്തില്ല, ഞാൻ പോവാ. അങ്ങനെ പറയുന്നത് രാജി, നീ പോവല്ലേ? എടാ മധു ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്റെ ചേട്ടാ, ഈ ചേച്ചി വെറും പാവമാണ്. ചേട്ടന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിനകത്തൊക്കെ കാരണം. ഞാൻ വെറും ഒരു 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനെ പേടിച്ചിട്ടാണ് ചേച്ചി എന്നെ ഇതിനകത്ത് ഒളിപ്പിച്ചിരുത്തിയത്. ഇനിയെങ്കിലും ഈ സംശയമൊക്കെ മാറ്റി വെച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എങ്ങനെ ജീവിക്കാം? അവള് പോണെന്ന് പറയണ്. ചേട്ടനൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി, ചേച്ചി വരും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കാലത്തെ. ഛേ, ബോറായി പോയല്ലേ. വെറുതെ ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചു, അതും ആ മധുവിനെ കുറിച്ച്. എന്റെ പൊന്നോ, ഞാൻ എടുത്തു വളർത്തിയ കൊച്ചാണേ അത്. ശേ രാജി, ഇങ്ങോട്ട് നോക്കിയേ. ഇനി എന്നെ മധുവിനെ സംശയിക്കോ? ഒരിക്കലുമില്ല. ഉറപ്പ്? ഉറപ്പ്. പക്ഷെ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത്? ആരാടിയാ കർട്ടന്റെ മറയിരിക്കുന്നത്? രാജി. അത് നീയല്ലേ? അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതാ എന്റെ രാജിക്കത്ത്. രാജി വെച്ചിരിക്കുന്നു. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കർട്ടന്റെ പുറകിലിരിക്കുന്ന ജാരനെ ഞാൻ പിടിച്ചിരിക്കും. ആരാടാ നീ? ഞാൻ ഒരു നിഴല, എന്റെ ചേട്ടന്റെ അല്ല, പിന്നെ വേറെ ആരുടെയോ. ഞാൻ പിന്നെ പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ലി, അല്ലെങ്കിൽ ആ മനുഷ്യൻ വല്ലാതെ വ്യസനപ്പെടും. ദൈവമേ, രക്ഷപ്പെട്ട്. ഛേ, ഞാൻ ഒരു കാലത്ത് നന്നാവൂലട്ടാ. വെറുതെ എന്റെ ഭാര്യ ഞാൻ പിന്നെ സംശയിച്ചു. അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സ്കിറ്റ്, നമുക്കറിയാം സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു, നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ആ, ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാ. അങ്ങനെയാണ് പെട്ടെന്ന് കടത്തിവിട്. ആ മോനത്തില്. എന്നാലും നമ്മുടെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താണ്ടത് അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപ്പീഡിയ മാറ്റൊരു ചങ്ങായി. ഈ അപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ അതെ, മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാലും മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. ആ അത്രയ്ക്ക് സൗന്ദര്യായി. ഇതെന്താ കക്ഷത്ത്? ഇത് പുറത്തു നിൽക്കുന്ന ഒരു ആന്റി വീർപ്പിക്കാൻ തന്നതാ. വീർപ്പിക്കാനോ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. അതില് തന്നതാണ്. ഇത് പൂരിപ്പിച്ചോ? ഇല്ല. അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പിന്ന്. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? പണ്ടാരക്കാലം എന്നെ കൊണ്ട് കുഴിച്ചിട്ട് വിട്ടാ കുഞ്ഞിമോനോന്ന്. എടാ അതല്ല, വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? 5 പേര്. അല്ല, 5 ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയെ നിർത്തിച്ച്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് 5 രൂപയ്ക്ക് വിൽക്കുക തന്നെ പരിപാടി. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിഎഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാ. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട് ഒരു ഗവൺമെന്റ് UP സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങളെവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. 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 അപ്പം പഠിച്ചതൊക്കെ? പഠിച്ചതൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ?
കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ചോയില്ല. ആ ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇയൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ ഓണാക്കി വെച്ചിട്ട് ഓണാക്കി വെച്ചിട്ടോ കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. അതെ, വീട്ടിൽ കറണ്ട് കിട്ടി. എടാ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. എടാ നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഈ സിനിമയിലെ വില്ലനാണ്, ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിനിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ് ഞാൻ കോതണ്ടപാണ റെഡ്ഡേ. പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ അത് പറ്റൂല. ഞാൻ വേണേ ഇതിനും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഒട്ടക്കണ്ടി ശശി. വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റോടോ? പിന്നെ ഇതല്ലാത്ത ഈ പേരെന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. പിന്നെ നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കണം. അപ്പൊ ഈ പറയും. അപ്പൊ ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ ഓക്കെ. ആയില്ല ആയില്ല. അപ്പൊ ടൈലർ കിങ് കക്കക്കാ കുക്കുക്ക് നാക്കിയ തെറ്റിപ്പോവും എന്നോട്. ഹലോ. എന്താണ്? അങ്ങനെ അതിന്റെ ഇടയ്ക്ക് കക്കക്കാ കുക്കുക്ക് നാക്കിയ തെറ്റിപ്പോവും. തെറ്റിപ്പോന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. ആയില്ല പന്നി, എന്നോടല്ലേ പറയുന്ന ആയില്ലാന്ന്. ആയില്ലേ? ആവട്ടെ. ഓക്കെ. പറഞ്ഞാ മനസ്സിലാവില്ല. ഓക്കെ. ഓക്കെ. ആയി പന്നിയെ, അതല്ല ഇങ്ങനെ ആക്കണേ. പറഞ്ഞാ മനസ്സിലാവില്ല. എങ്ങനെ ആയി? ഹലോ ഹലോ ചെക്ക്. പെട്ടെന്ന് അടിപൊളി, സൂപ്പർ. അടിപൊളി സൂപ്പർ. എടാ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ. അത് പറയണം. കോതണ്ടപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി, അതാണ്ട പറയണ്ടേ? ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി, അത് പറയണം. ഓക്കെ. കോതണ്ടപാണ റെഡ്ഡി. ഗോപാലേട്ട കണ്ട ഷട്ടി. പെട്ടെന്ന് കണ്ട ഷട്ടി കച്ചവടക്കാരൻ കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്? അതല്ല, ഞാൻ നായകനാകാൻ വന്നാണല്ലോ. പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. അപ്പൊ നായകനായ ഈ പൊളിക്കും, സൂപ്പറാക്കും. ഞാൻ സൂപ്പറാക്കും. അങ്ങനെയാണോ ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ. നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദം ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്. പ്രിയേ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓമൻ ചേർന്ന് ഒരു ഉളുപ്പില്ലാത്ത സാധനം ആൾക്കാർക്ക് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. എടാ മലയാളം ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം, ഇംഗ്ലീഷിലാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ എന്താണ് നിന്റെ മുഖത്തൊരു മലയാളത്തിലെ വാക്കാണിത്. ആ ചേച്ചിയൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. അഭിനയിക്കണം. പ്രിയേ, മുണ്ടരുത്. അഭിനയിച്ച് കാണിക്കുന്നാല്. പ്രിയേ, എന്താ നിന്റെ മുഖത്തൊരു പാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? മുണ്ടല്ലെന്ന് ആരോടും പറയരുത്, ഞാനത് നിർത്തി. എടാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കരിക്ക് കക്കുന്ന കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? എടാ
ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടോന്ന്? ഞാൻ മിമിക്രി അവതരിപ്പിക്കും സാറേ. മിമിക്രിയാണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇഷ്ടപ്പെട്ട ചാൻസ് തരൂ. ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണോ വേണ്ടതെന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ ഞാൻ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? അതെ. എന്താണ് സംഭവം? എന്താണ്? ആദ്യമായിട്ട് പക്ഷികളെ വെറൈറ്റി ശബ്ദങ്ങൾ. പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ ഇട്ട് തരണം. കുറച്ച് ഡിലേ. ഓക്കെ 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 ഓക്കെ. സ്വാഹയോ? അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴോ? ആ, നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ പരിപാടി? എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പിന്നെ എന്താ പാത്രം തേച്ചൊക്കെ മുറ്റടിച്ചു വരാ, അങ്ങനെ അല്ലാതെ മീൻ മുറിക്കാനൊന്നും നിന്നെ കിട്ടൂല. കോട്ടുകൈ. ഏ? എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാൻ ആ മുറ്റടിച്ച് വരിക. മുറ്റടിച്ച് വരില്ലേ, ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ അടുത്തിൽ എന്നെ ചൂലോണ്ട് കുത്തുക ചെയ്യും. എടാ, അതൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പാടില്ല. ആൾക്കാർ കേട്ടാ മോശമല്ലേ? എന്ത് മോശം? എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കിട്ടി ഞാൻ മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കുക. ആ, അപ്പൊ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോ സങ്കടം വരെ. പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? അയ്യോ, ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ടോണ് മാറും. പടുത്ത പൂച്ച. അത് പോയിക്കോട്ടെ. അങ്ങനെ പൂച്ചനൊക്കെ എറിഞ്ഞ് ഓടിച്ച്. അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടംപൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ലൈനടി ഇതൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടംപൂച്ച എങ്ങനെ വരും? എങ്ങനെ വരും? ആ, രാത്രി പോയി നല്ല പരിചയല്ലേ? ഈ പ്രണയം ഇവിടെ അവസാനിച്ചു കൊടുത്ത പ്രസവമാണ്. പൂച്ച പ്രസവിക്കോ? അല്ല, പൂച്ച മുട്ടറിലാണല്ലോ. ആ, എടാ, എന്റെ ഭാവനയിൽ. ആ, മിമിക്രിക്കാരുടെ ഭാവനയിൽ. ആ, മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അച്ഛനായിരിക്കുന്നു. പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട. ഒരാവേശം പറഞ്ഞു നീ ആവേശം പറയരുത് കേട്ടോ. ഇല്ല, അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികൾ വളർത്തുന്നുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്ക് രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം. ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ഈ കുഞ്ഞിനെ ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും. ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ശബ്ദ വ്യത്യാസം. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് കരയും. വെറുതെ കരയാ. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പോഴാണ് ശബ്ദ വ്യത്യാസം.
ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കും. അല്ല അമ്മിഞ്ഞപ്പാല് കൊടുക്കും. ആ ഒറ്റ വിചാരില്ല നോക്കി തടിയിട്ട് ആന്ന് പറയരുത്. ആ കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം ഡബിൾ വോയിസ്. അതെ. ആ അടിപൊളി. കുഞ്ഞിറങ്ങാണ്. അടുത്തൊരു എക്സാമ്പിൾ വെച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. കട്ട് ചെയ്യുന്ന ശബ്ദം അതെ. എങ്ങനെയാണ്? ഇതേപോലെ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യൂ. അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ. ഇതേപോലെ വെച്ച് അലുമിനിയം ചാനൽ കട്ട് ചെയ്യും. അലുമിനിയം ചാനല്. ടീഷർട്ടിന്റെ സിപ്പ് വലിക്കുമ്പോൾ ശബ്ദമാണ്. ടീഷർട്ടിന്റെ സിപ്പ്. അതെ. ഈ ടീഷർട്ട് വികൃതിയെ കുട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യാ? അവര് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്നത് കേട് വരുത്തും. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ പോയി മാമനോ അയ്യോ രക്ഷപ്പെട്ടു. അടിപൊളി. അവസാനമായിട്ട് ഒരു പൂച്ച പാട്ട് പാടുന്ന ഇഷ്ടമാണ്. അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽവിലെ വെണ്ണിലാവുന്ന ഈ നല്ല പാട്ടുകാരാ. ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അതെ. അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട. എന്നോട് അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മിമിക്രി ചെയ്ത് പോയാ പോരെ? മര്യാദയ്ക്ക് പോയാ പോരെ? അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല. അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പാത്ത് കണ്ടുവരുത്. പോടാ, ഞാൻ ഇവിടുന്ന് പോവും. പേരുകെട്ട വില്ലനാണ് എന്റെ ഇവിടെ ഏട്ടെ. എന്റെ ഏട്ടെ പേരുകെട്ട വില്ലനാണ് ഇവിടെ. പെടുത്തിയോ? എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയ്. കിൻഡർ ജോയിയോ? ആ കുട്ടി മിഠായിലടാ. കിൻഡർ ജോയ്. കിൻഡൽ ജോയ് പേരുകെട്ട വില്ലനാണ്. ഓടാ ഇവിടുന്ന്. വെറുതെ വിടൂല. ഏട്ടനോ? ഏതേട്ടൻ? ഓടാ ഇവിടുന്ന്. വെറുതെ പറയാ. എന്താ ഏട്ടനൊന്നും ഉണ്ടാവില്ല. എന്താണ്ടത്? അല്ല ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ അങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച അല്ല അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല അതല്ല. നോക്കി പിന്നെ ഓനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട് അവൻ എങ്ങനെ അടിക്കുന്ന ദുട്ട? ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദുട്ട ദൈവത്തിന്റെ കോപലടാ. ഞാൻ തരാടാ എനിക്ക്. സോങ്ങിന് ശേഷം ഇനിയും വീണ്ടും ചിരിപ്പിക്കാൻ എത്തുന്നു രമേശ് പിഷാരടി ആൻഡ് ധർമ്മജൻ. പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും 2 ഹരിഹർനഗറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി.
പരീക്കുട്ടി ഈസ് റീലോഡഡ്. കറുത്തമ്മേ, എടി കറുത്തമ്മേ, നേരം വെളുത്തോന്ന് നോക്ക് കറുത്തമ്മേ. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എന്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഈശ്വര, എന്റെ കൊച്ചു മുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതെല്ലാം പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. തുമ്പിവാ തുമ്പക്കുടത്തിൻ കുഞ്ചത്തായൂഞ്ഞാലിടാ, തുമ്പിവാ തുമ്പക്കുടത്തിൻ കുഞ്ചത്താ. മുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കരുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാൽ ഇട്ട പാന്റ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചു മുതലാളി. അല്ല, കൊച്ചു മുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളികാരണമാണ് ഞാൻ വണ്ണം വെക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കരുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്നു നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ സ്റ്റൈൽ? വേണ്ട കൊച്ചു എങ്ങോട്ടാണ് ഓടുന്നത്? വേണ്ട കൊച്ചു മുതലാളി. ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ, കരുത്തമ്മേ, ഇങ്ങ് അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചു മുതലാളി. വേണ്ട കരുത്തമ്മ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിൽ എത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ,
എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ. പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்னங்க என்ன சொல்லுங்க நான் 7th கிளாஸ் பாஸ் பண்றேன் நீ 10th கிளாஸ் ஃபெயில் பண்றேன் பாஸ் தெரிச்சா ஃபெயில் பரிசா பாச்சானி பரிசா பண்ணீங்களா ஐயோ താങ്ക് യു. മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ വരുന്നുണ്ടത്. അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കിതൻ ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ കണ്ണും എന്തോ കൈമാറിയോ കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടത്തുന്നുണ്ടെന്ന്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി. അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടെയായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കങ്ങാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണി വെച്ചിങ്ങനെ 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊപ്പം ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട. വൈകുന്നേരം കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-750 ഉറുപ്പിയും ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ. ചേട്ടാ പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പം കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ കുത്തും വാർപ്പ തപ്പാട്
നിലത്ത് കിടക്കുക. വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കണേ. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ആ. ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് എല്ലാം ചെയ്തല്ലോ. നിങ്ങൾ അടിപൊളി. ആ, ഓക്കെ. ഈ വാർപ്പിന് മുകളില് ഈ പലകയുടെ മുകളില് ആ, പറയുന്ന മോൾ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഓക്കെ. ആ, ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി നല്ല പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പരിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയുള്ള നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട് അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു വേണം. ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി. മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളൊക്കെ അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡി ആകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ, എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்ன சொல்லுங்க நான் 7th கிளாஸ் பாஸ் பண்றேன், நீ 10th கிளாஸ் ஃபெயில் பண்றே. பாஸ் தெரிச்சா ஃபெயில் வரிசா பாசானி வரிசா வரீங்களா? ஐயோ. താങ്ക് യു.
മാപ്പിളപ്പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കിതൻ ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ, അറിയും പൊന്നേ, അറിയും പൊന്നേ. കണ്ണും എന്തോ കൈമാറിയോ, കൽവിൻ കൂട്ടിൽ പ്രേമക്കുയിൽ കേറിയോ. സമ്മത ചിരിയാണ് സമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം, ഈ സന്ധ്യക്ക് തിരിതാട്ടും ചെമ്മാനം. താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അബി അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം, വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം, കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ കുത്തിന്റെ കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-750 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക, ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമിറ്റൊക്കെ ഇട്ട് വാർപ്പങ്ങ് കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചായിരിക്കും. ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഓക്കെ.
ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി നല്ല പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാം. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയില് കൊള്ളണം. വെയില് കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-70-50 ഉറുപ്പിയും ചെള്ളം കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ. ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ
പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ഇട്ട് വാർപ്പങ്ങ് കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പൊരേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടിയൊക്കെ അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിങ്ങനെ നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടച്ച് അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി നല്ല പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടെയായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ പറയുന്നതാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരം ആകുമ്പോ
രാവിലെ തൊട്ട് വൈകുന്നേരം മുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-50 ചെള്ളം കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണ്? കൂടുതലാണ്. പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക, ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ഇട്ട് വാർപ്പം കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കണേ. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞങ്ങള് അടിപൊളിയായിട്ട് വാർപ്പ് ചെയ്തല്ലോ. ഈ വാർപ്പിന് മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം, പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗ കൊണ്ടച്ച് അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ല വാർത്ത. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊഴിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളുടെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആടെയാണ് വെച്ച്. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോരെ ഇതുപോലെ വീണ്ടുണ്ട്, അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു വേണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം, ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്. ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥയ്ക്ക് പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളക്കിന് മുന്നിൽ ഞാൻ സത്യം ചെയ്യുക സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ എന്നാൽ 1000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാശ്
സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാരി വെച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടിച്ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകുന്നത് നിങ്ങളിരുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കോ. ബാബു അല്ല എന്താ പറയണേ, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതല്ലോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ സോങ്ങിന് ശേഷം ഇനിയും വീണ്ടും ചിരിപ്പിക്കാൻ എത്തുന്നു രമേശ് പിഷാരടി ആൻഡ് ധർമ്മജൻ. പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും 2 ഹരിഹർനഗറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി. പരീക്കുട്ടി ഈസ് റീലോഡഡ്.
വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എന്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല, അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഈശ്വര, എന്റെ കൊച്ചു മുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതെല്ലാം പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡ്. കൊച്ചുമുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കരുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാലിട്ട പാന്റ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചു മുതലാളി. അല്ല, കൊച്ചു മുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളി കാരണമാണ് ഞാൻ വണ്ണം വെക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കറുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്നു നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ സ്റ്റൈൽ? വേണ്ട കൊച്ചു ഓടുന്നത്? വേണ്ട കൊച്ചു മുതലാളി. ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ, കരുത്തമ്മേ, അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചു മുതലാളി. വേണ്ട കരുത്തമ്മ.